ഒരു തെരണ്ടിയുണ്ട്, അതെങ്ങനെയാണ് 3500 രൂപയ്ക്ക് പോയി. വലിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? ഈ മീനുകൾ ഇന്ന് ഇഷ്ടം പോലുണ്ട്, പക്ഷെ ആർക്കും വേണ്ട ഇവിടെ. അതാണ് സത്യം. 30 രൂപ വെച്ച് കൊടുത്തിട്ട് പോലും ആർക്കും വേണ്ട. ഏവർക്കും നമസ്കാരം. രാവിലെ തോട്ടപ്പള്ളിക്ക് കാറിൽ ഞങ്ങളെല്ലാം കൂടെ പോവുകയാണ്. ഇന്നത്തെ ചാകരയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഞണ്ടാണ്. ഞണ്ട് 1000 രൂപയൊക്കെ വിളിച്ചിട്ടുണ്ട്. 1050 രൂപ, 1100, 1100, 1500 രൂപ, 1500, 1600, 1700, 1800, 1900, 1900, 1900, 1900, 1900, 1900, 1900 രൂപ, 1900, 1900 രൂപ, 1900, ഞണ്ടാണ് കൂടുതലുള്ളത്. 28, 28, 28, 28, 28, 29, 29, 31, 31, 31, 31, 31, 31, 31, 32. ഭയങ്കര തിരക്കാണ് ഇവിടെ. നോക്കിയൊക്കെ വാങ്ങിക്കൊണ്ട് പോകണം എന്നുള്ള ഭയങ്കര തിരക്കാണ്. ചാകര വരുമ്പോൾ ഇവിടെ എല്ലാം കച്ചവടം നല്ല സജീവമാകുന്നുണ്ട്. ചാകര എന്ന് പറയുന്നത് ഒരു ഉത്സവമാണ്. അപ്പോൾ അതിൻ്റെ പ്രതീതിയാണ് ഇവിടെ എല്ലാം കാണുന്നത്. ഇത് മിക്സാണ്. മത്തിയുണ്ട്, ഞണ്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള മിക്സ് മീനുകളൊക്കെ ഇടുന്നത്. രാവിലെ വന്നിട്ട് ഇവിടെ വലിയ മീനിൻ്റെ ഒന്നും കാണുന്നില്ല. രാവിലെ കടപ്പുറമൊക്കെ ഇങ്ങനെ ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വള്ളങ്ങളൊക്കെ കുറേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ചാകരയുടെ ഒരു ലാഭമൊന്നും ഇവിടെ വലിയ രീതിയിൽ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ചില മീനുകളൊക്കെ നല്ല വിലയൊക്കെ ഉണ്ട്. പൊടിമീനുണ്ട്, പൊടിമീൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ആർക്കും വേണ്ട. കരിനന്ദൻ എന്ന് പറയുന്ന മീനാണ്. കരിനന്ദൻ 130 രൂപ, 130 രൂപ, 130, 130, 130, 130 രൂപ, 130, 130 രൂപ, 130 രൂപ, 130, 130, 130 വിലയുണ്ട്. 130 കൂട്ടിയുണ്ടോ? 130, 200 രൂപ, 200. കേൾക്കാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾക്കറിയാം, സ്ഥിരം എടുക്കുന്നില്ല. ഇന്ന് ശരിക്കും മീൻ കുറവാണെന്ന് തോന്നുന്നു. ഉള്ള മീനിനൊക്കെ വില ഉണ്ട്. ഇന്ന് ചെറിയ പൊടിമീനുണ്ട്. അങ്ങനെയൊക്കെയുള്ള മത്തി കുറവാണെന്ന് തോന്നുന്നത്. 1000 രൂപ, 1000 രൂപ, 1000 രൂപ, 1000 രൂപ, 1000 രൂപ, 1000, 1000, 1000 രൂപ, 1000 രൂപ, 1000 രൂപ, 1000 രൂപ. ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്ന ഒരു കാഴ്ചയാണ്. കണ്ടോ, ലേഡീസൊക്കെ വരുന്നുണ്ട് ഇവിടെ. പക്ഷേ കാര്യമായ കുറവൊന്നും ഇന്ന് അവരുടെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാഴ്ച കാണുന്നില്ല. ഇവിടെ അപ്പുറത്ത് 1 കിലോയ്ക്കാണ് വലിയ കൊട്ട. ആ വലിയ ബിൽഡിങ്ങിനുള്ള 1 കിലോയുടെ വിലയാണ് പറയുന്നത്. 140, 150 എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇന്ന് മത്തിയുടെ വരവ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 11, 11, 11, 11, 11, 11, 11, 11, 1100, 1100, 1100, 11 അരക്കൊണ്ടേ 11, 11, 11, 11, 1100, 1100, 1100, 1100, 1100. 1000 രൂപ, 1000 രൂപ, 1000 രൂപ, 1000 രൂപ, 1000 രൂപ, 1000 രൂപ, എല്ലാം 1000 രൂപ, 1000 രൂപ, 1000 രൂപ, 1000 രൂപ, 1000 രൂപ, 800, 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
ഇന്ന് ഞണ്ടും കൊഞ്ചുമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അതിന്റെ ലേലമാണ് നടക്കുന്നത്. 1050 ഇപ്പൊ പറയുന്നത്. 30 രൂപയ്ക്ക് വേണ്ട, ആർക്കും വേണ്ട. 30 രൂപയ്ക്ക് മീൻ ആർക്കും വേണ്ട. ചെറിയ മീൻ, ഇന്ന് വലിയ മീനുള്ളതുകൊണ്ടാണ്. 1500 1500 തരാൻ 1500 തരാൻ 1500 ഫോട്ടോ പിടിച്ച് നാട്ടിൽ കൊണ്ട് നടക്കല്ലേ? ഞങ്ങൾക്ക് ആർക്കും വിൽക്കാനൊക്കുന്നില്ല. നിങ്ങൾ 1500 തരാൻ. ഇവിടെ വേസ്റ്റ് കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ഈ കച്ചവടങ്ങളൊക്കെ നടക്കുന്നെങ്കിൽ ഈ വേസ്റ്റ് എടുക്കുന്നതിനോ അല്ല ക്ലീൻ ചെയ്യുന്നതിനോ ഈ തുറമുഖ ഇവിടെ ഹാർബറിൽ യാതൊരു നിയന്ത്രണവും ഇല്ല എന്നുള്ളതാണ് സത്യം. കച്ചവടം പൊടി പിടിക്കുന്നുണ്ട്, പക്ഷേ ശുചീകരണം ഒന്നാമത് ഇവിടെയൊക്കെ പുതിയ പനികളും മറ്റ് കോളറയൊക്കെ പകരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊന്നും ഹെൽത്തോ അല്ലെങ്കിൽ ആരോഗ്യമോ മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റോ ചെയ്യുന്നില്ല എന്നുള്ള സത്യം. ഈ കടപ്പുറത്തെ സംസാരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അവരുടെ അടുത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അവരുടെ നാക്ക് ഭയങ്കരമാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല. അവർ എന്ത് പറയുന്നു അത് അംഗീകരിക്കുക, തലവിലിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഉണ്ടോ ഇവിടെ വഴക്കാണ് പെണ്ണുങ്ങൾ. ലേലം കൊള്ളുന്ന മീനൊക്കെ ഇവിടുന്ന് തൂക്കിയാണ്. ഈ കൊട്ടയ്ക്ക് ഇപ്പോൾ ഒരു 100 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ ഇപ്പോൾ 20 കിലോ ആണെങ്കിൽ അല്ലെങ്കിൽ 22 കിലോ ആണ്. അപ്പോൾ അതിൻ്റെ തൂക്കുന്ന ത്രാസുകളാണ് ഇവിടെ കാണുന്നത്. വലിയ ഒരു തെരണ്ടി ഉണ്ട്. അതെങ്ങനെയാണ് 3500 രൂപയ്ക്ക് പോയി. വലിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? വലിയ തെരണ്ടിയാണ്, ഒരൊറ്റ തെരണ്ടിയാണ്. എത്ര കിലോ ആണെന്ന് അറിയില്ല. 3500 ഈ മീനുകൾ ഇന്ന് ഇഷ്ടം പോലുണ്ട്, പക്ഷെ ആർക്കും വേണ്ട ഇവിടെ. അതാണ് സത്യം. 30 രൂപ കൊടുത്തിട്ട് പോലും ആർക്കും വേണ്ട. അങ്ങനെ ഞങ്ങൾ ഞണ്ട് കൊഞ്ചൊക്കെ വാങ്ങിച്ച്. എന്തൊക്കെ വാങ്ങിച്ചു? ഞണ്ട് കൊഞ്ച് ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ യാത്രയാവുകയാണ്. ഇവിടെ ഇപ്പോഴും ഈ പേപ്പറുകാർ വന്നിട്ട് ഇവിടെ മീന് വിലക്കുറവെന്നുള്ളൊരു ന്യൂസ് കൊടുത്തുകൊണ്ട് നമ്മളോടൊക്കെ അവരൊരു വേറെ രീതിയിലാണ് കാണുന്നത്. പക്ഷേ ഇവരുടെ അധ്വാനത്തിനനുസരിച്ച് ചില ദിവസങ്ങളിലൊക്കെ അവർക്ക് ഈ ബോട്ടിൻ്റെയും എണ്ണയുടെയൊക്കെ ചിലവൊക്കെ വെച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. ചാകര ഒന്നെങ്കിലും ആ ഒരു ചാകരയുടെ ഒരു വലിയ പ്രതീതി ഇവിടെ ആയിട്ടില്ല എന്ന് വേണം പറയുവാൻ. അടുത്ത ദിവസത്തെ ഒരു വ്ലോഗ് നമുക്ക് വന്ന് ചിത്രീകരിച്ച് കാണിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി, നമസ്കാരം.